ലോക്സഭാ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ ഭിന്നത വനിതാ നേതാവ് വേണമെന്ന ആവശ്യവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. രാഹുൽ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. അതേസമയം പ്രോടേം സ്പീക്കർ സ്ഥാനം നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കണമെന്ന പരിഹാസവുമായി കെ സുരേന്ദ്രനും രംഗത്തെത്തി. ലോക്സഭയിൽ 55 സീറ്റുകൾ ലഭിച്ചാലേ ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കൂ. 16-17 ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടായില്ല. എന്നാൽ ഇക്കുറി 100 സീറ്റുള്ള കോൺഗ്രസിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ തർക്കം തുടരുകയാണ്. ലോക്സഭയിൽ പ്രതിപക്ഷത്തെ രാഹുൽ ഗാന്ധി നയിക്കണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. നിർണായക ഘട്ടങ്ങളിൽ വിദേശത്തേക്കും മറ്റും മുങ്ങുന്ന രാഹുൽ പ്രതിപക്ഷ നേതാവായാൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇന്ത്യ മുന്നണിയിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനം വനിതയെ ഏൽപ്പിക്കണം എന്ന വികാരമാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുള്ളത്. ലോക്സഭയിലെ അവസാന പ്രതിപക്ഷ നേതാവ് BJPയുടെ വനിതാ മുഖമായിരുന്ന സുഷമ സ്വരാജ് ആയിരുന്നു. അതേസമയം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കുന്ന FB പോസ്റ്റുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ MPയും ദളിത് സമുദായാംഗവുമായ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രതിപക്ഷ നേതാവാക്കുന്നില്ലേ എന്ന ചോദ്യമാണ് സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. കൊടിക്കുന്നിലിനെ പ്രോടേം സ്പീക്കർ ആക്കാത്തത് ദളിതായതുകൊണ്ടാണ് എന്ന പ്രചരണം കോൺഗ്രസ് ദേശീയ തലത്തിൽ നടത്തിയിരുന്നു. ഇതിന് മറുപടിയായാണ് കെ സുരേന്ദ്രന്റെ പോസ്റ്റ്. ജനം, ഡൽഹി.